ഗസയിൽ സഹായം കാത്തുനിന്ന ദുരിതബാധിതരെയും കൊന്നുതള്ളി ഇസ്രയേലിന്റെ കൊടും ക്രൂരത തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഗസ സിറ്റിയിൽ സഹായ ട്രക്കുകൾക്കായി വരുന്നവർക്ക് നേരെയാണ് ഇസ്രയേൽ ഈയൊരു ആക്രമണം അഴിച്ചുവിട്ടത്. ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആയിരങ്ങളാണ് ഇവിടെ കാത്തുനിന്നിരുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 10 പേർ കൊല്ലപ്പെടുകയും 15 പേരെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആക്രമണം മാത്രമല്ല, ഗസയെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടത്തിവിടുന്ന ഒരു രീതിയും ഇസ്രയേൽ സ്വീകരിക്കുന്നുണ്ട്. ഗസയിലേക്ക് സഹായ ട്രക്കുകൾ വരുന്നതും ഇസ്രായേൽ സേന തടയുകയാണ്. ഇവിടെ പ്രതിദിനം 500-ലേറെ ഭക്ഷണ ട്രക്കുകൾ ആവശ്യമായിടത്ത് 100 മാത്രമാണ് അനുവദിക്കുന്നത്. എന്നാൽ പട്ടിണി ആയുധമാക്കി ഫലസ്തീനികളെ തളർത്താനുള്ള ഇസ്രായേൽ ലക്ഷ്യം വിജയിക്കില്ലെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞിരുന്നു. UN ഏജൻസിയുടെ പിന്മാറ്റം കാരണം വടക്കൻ ഗസയിൽ പട്ടിണി മൂലം വലയുകയാണ് ലക്ഷ്യങ്ങൾ. 22 ലക്ഷം ഫലസ്തീനികൾക്ക് ഭക്ഷണം മുടങ്ങിയതായി ഗസയിലെ UN പ്രത്യേക പ്രതിനിധി മൈക്കിൾ ഫക്രി കുറ്റപ്പെടുത്തിയിരുന്നു. ദാഹവും പട്ടിണിയും മരുന്ന് നിഷേധവും ഇസ്രായേൽ യുദ്ധത്തിനുള്ള ആയുധമാക്കുകയാണെന്നാണ് ഫലസ്തീൻ വിദേശകാര്യമന്ത്രി റിയാദ് മാൽക്കി പറഞ്ഞത്. ജനീവയിൽ UN മനുഷ്യാവകാശ കൗൺസിൽ 55ാമത് ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വംശീയതയിൽ തനിക്ക് പങ്കില്ലെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ സ്വയം തീകൊളുത്തി മരിച്ച US സൈനികൻ ആരോൺ ബുഷലിങ്ങിന്റെ ഓർമ്മകൾ ഉണർത്തി അമേരിക്കയുടെ പല ഭാഗങ്ങളിലും യുദ്ധവിരുദ്ധ റാലികൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് നിലവിൽ. ഫലസ്തീനികൾ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് വിളിച്ചു പറഞ്ഞ ശേഷം US വ്യോമസേന ഉദ്യോഗസ്ഥൻ തീകൊളുത്തി ജീവനൊടുക്കിയിരുന്നു. ഞായറാഴ്ചയാണ് വാഷിംഗ്ടണിലെ DC ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ 25-കാരനായ ആരോൺ ബുഷ്നെ സ്വയം തീകൊളുത്തി മരിച്ചത്. മിലിറ്ററി യൂണിഫോമിലെത്തി ആരോൺ സോഷ്യൽ മീഡിയയിൽ ജീവനൊടുക്കുന്നത് ലൈവായി പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഈ വംശീയതയിൽ എനിക്ക് പങ്കില്ല, ഞാൻ പങ്കാളിയാവുകയുമില്ല എന്ന് പറഞ്ഞ ശേഷമാണ് തീ കൊളുത്തി മരിച്ചത്. അതിനിടെ തന്നെ ഖത്തർ കേന്ദ്രമായി വെടിനിർത്തൽ ചർച്ച തുടരുകയാണ്. അധികം വൈകാതെ തന്നെ കരാർ യാഥാർത്ഥ്യമാകുമെന്നാണ് അമേരിക്കയുടെ പ്രതികരണം. ബന്ദികൾക്ക് പകരം ഗുരുതര കുറ്റങ്ങൾ ആരോപിച്ച് ഇസ്രായേൽ തടവറയിലുള്ള മുതിർന്ന ഫലസ്തീൻ നേതാക്കളെ വിട്ടയക്കണമെന്ന് ഹമാസ് ആവശ്യം ഇസ്രായേൽ അംഗീകരിച്ചതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ വെടിനിർത്തൽ കരാർ ചർച്ചയെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ ഹമാസ് ഇതുവരെ തയ്യാറായിട്ടില്ല. അതേസമയം നെതന്യാഹു സർക്കാരിനെതിരെ ടെൽ അവീവിൽ കൂറ്റൻ മാർച്ച് പ്രഖ്യാപിച്ച് ബന്ദികളുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. 4 നാൾ നീണ്ടു നിൽക്കുന്ന മാർച്ച് ഗസ അതിർത്തിയിൽ നിന്ന് ആരംഭിച്ച് ജെറുസലേമിൽ അവസാനിക്കും. ബുധനാഴ്ച തുടങ്ങുന്ന മാർച്ച് ശനിയാഴ്ചയാണ് സമാപിക്കുന്നത്. അതിനിടെ തന്നെ ലെബനാനിലെ ബീക്കോ താഴ്വരയിൽ ഇസ്രായേൽ പോർ വിമാനങ്ങൾ നടത്തിയ ബോംബിംഗിൽ 2 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് തിരിച്ചടിയായി ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള വ്യാപക മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലും US ബ്രിട്ടീഷ് സൈന്യം ആക്രമണം നടത്തിയിരുന്നു.